Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. ഈ ഒരു റെസിപ്പി എൻ്റെ സ്വന്തം റെസിപ്പി ഒന്നുമല്ല, ഞാൻ ബോബി ചെമ്മണ്ണൂറിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ അദ്ദേഹം സ്വയം തയ്യാറാക്കിയിട്ട് രാവിലെയൊക്കെ ഡെയിലി കഴിക്കൂ ഹെൽത്ത് ഡ്രിങ്ക് ആയതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ആ ഒരു വീഡിയോക്കെതിരെ ഇപ്പോൾ ഡെയിലി ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തള്ളു ജ്യൂസ്, തള്ളു ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം തള്ളുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ സമയത്ത് എനിക്കൊരിക്കൽ ട്രൈ ചെയ്യണമെന്ന് തോന്നി. കാരണം ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതിൽ ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ ഉള്ളൊരു കിഡിലൻ ഡ്രിങ്കാണ്. അപ്പോൾ ഹെൽത്തി ഡ്രിങ്കും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ കരുതി വീഡിയോ എടുത്തിട്ട് അതൊന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ജ്യൂസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 നെല്ലിക്ക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നെല്ലിക്കയാണ് കേട്ടോ ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ടത്. ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തുളസിയില ചേർത്ത് കൊടുക്കുക. ഒരു ഫ്ലേവറിന് മാത്രമായിട്ട് മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ഒരുപാട് ആവരുത്, ഈ ഒരു സൈസിൽ കുഞ്ഞു പച്ചമുളകാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഞാൻ. അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് മാത്രമായിട്ട് ചേർത്താൽ മതി. അതുപോലെ തന്നെ നാട്ടിൽ നിന്നൊക്കെ ഈ ഒരു ഡ്രിങ്ക് ചെയ്യുന്നവരാണെങ്കിൽ കാന്താരി മുളക് ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ മെയിനായിട്ട് ഇതിന് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയൊരു ഫ്ലേവറിന് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഇതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീരോടി ചേർത്ത് കൊടുക്കുക പിഴിഞ്ഞിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്ക് എത്ര ഗ്ലാസ് വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നല്ലോണം എല്ലാം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം അരയാതെ മിക്സിയൊക്കെ ആണെങ്കിൽ ആദ്യം ഇത് മാത്രം ഇട്ടൊന്ന് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് മാത്രം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ നല്ല രീതിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ട് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അരിക്കാതെ കുടിക്കുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം അതിനനുസരിച്ചിട്ട് കുടിക്കാം കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ഡ്രിങ്ക് നല്ലപോലെ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ചെയ്യാനായിട്ട്. സിമ്പിൾ ഡ്രിങ്കാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്